ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. തച്ചമ്പാറ പഞ്ചായത്തിൽ നടന്ന സാമ്പത്തിക തിരിമറി വിജിലൻസ് അന്വേഷിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും UDF. തട്ടിപ്പിന് പിന്നിലുള്ള മുഴുവൻ പേരെയും വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും ഭരണസമിതിക്ക് തട്ടിപ്പിൽ പങ്കില്ലെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിദ്യ, ഭർത്താവ് രാമകൃഷ്ണൻ, ഇവരുടെ ബന്ധു സുശീല എന്നിവർ അറസ്റ്റിലാണ്. 2012 മുതൽ വിദ്യ പഞ്ചായത്തിലെ ടെക്നിക്കൽ അസിസ്റ്റന്റാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ തട്ടിപ്പ് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. വിദ്യ ജോലിയിൽ പ്രവേശിച്ചത് മുതലുള്ള ഇടപാടുകൾ വിജിലൻസ് അന്വേഷിക്കണം. വിദ്യ ഒറ്റയ്ക്കാണ് തട്ടിപ്പിന് പിന്നിലെന്ന് വിശ്വസിക്കുന്നില്ല. അതാരാണെന്ന് കണ്ടെത്തി പുറത്തു കൊണ്ടുവരണം. സാമ്പത്തിക തിരിമറി ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ പഞ്ചായത്ത് ഉന്നതാധികാരികളെ വിവരമറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ വലിയ അലംഭാവമാണ് കാണിച്ചത്. FIRൽ വിദ്യയുടെ പേരിന് പകരം മറ്റൊരു ജീവനക്കാരിയുടെ പേരാണ് ചേർത്തിരിക്കുന്നത്. ഇത് ബോധപൂർവമാണെന്നാണ് കരുതുന്നത്. പരാതി പറയാൻ ചെന്ന പ്രസിഡന്റിനെയും മറ്റും ചോദ്യം ചെയ്യാൻ കാണിച്ച ആവേശം പ്രതിയെ പിടിക്കാൻ കാണിച്ചിരുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ആഭ്യന്തരമന്ത്രിക്കും വിജിലൻസിനും പരാതി നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് എന്റെ സെക്രട്ടറിയാണ് പോലീസ് സ്റ്റേഷനിൽ എടുക്കുന്നത്. ഫസ്റ്റ് സെക്രട്ടറിനെ കൊണ്ടെടുത്തു. സെക്രട്ടറി ഈ 2 പേരുടെയും കാര്യം പറഞ്ഞിരുന്നു. പ്രൊജക്ട് അസിസ്റ്റന്റും മറ്റേ ടെക്നിക്കൽ അസിസ്റ്റന്റാണ് ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. കാരണം ഈ കുട്ടി കഴിഞ്ഞ 25 ഫെബ്രുവരി 4-ാം തീയതിയാണ് മറ്റേ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പഠിപ്പിച്ചു കൊടുത്തതും ഈ ട്രാൻസാക്ഷൻ കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പഠിപ്പിക്കുന്നതൊക്കെ ഇവർ തന്നെയാണ്. പക്ഷെ അധികം ഈ കുട്ടി മറ്റേ നമ്മൾ ലൈഫ് മിഷനുമായിട്ട് വിയുടെ ഓഫീസിലായിരിക്കും ഇരിക്കുക. അപ്പോൾ ഈ ഇത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ എന്ത് ചോദിച്ചാൽ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് FIR വന്നത് ഞാൻ അറിയുന്നത് രാത്രി 10 മണിക്കാണ്. അപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് ഈ വിദ്യയുടെ പേരില്ല അവിടെ. ഈ പ്രൊജക്ട് അസിസ്റ്റന്റിന്റെ പേര് അതിൽ ഞാൻ സർക്കിളിനെ വിളിച്ചു. ഞാൻ ഷൗട്ട് ചെയ്തു. എനിക്ക് നിയന്ത്രണം പോയി. ഞാൻ അവരെ ഷൗട്ട് ചെയ്യുക തന്നെ ചെയ്തേ. അപ്പം ഞാൻ പറഞ്ഞു നാളെ 10 മണിക്ക് ഞാൻ ഞാനല്ല വരുന്നത്. തച്ചമ്പാറ പഞ്ചായത്ത് ഭരണസമിതി അവിടെ ഉണ്ടായിരിക്കുന്നു പറഞ്ഞു. അതിലാണ് എന്ത് സംഭവിച്ചു ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതിലാണ് രാവിലെ വെളുപ്പിന് പോയി 5:30ക്കാണ് പോയിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. ആ കസ്റ്റഡിയിൽ എടുക്കുകയില്ലേ കൊണ്ടുപോയത് ഞാൻ അറിയുന്നത് ഇന്നലെ വെളുപ്പിന്. 3 ദിവസം അവർ 18-ാം തീയതി നമ്മൾ കൊടുത്തത്. 18, 19, 20 അവർ അനങ്ങാതിരുന്നു. 21-ാം തീയതി 5:30ക്കാണ് ഇവർ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അപ്പോൾ എന്തോ അതിൻ്റെ ആ കുട്ടിയുടെ പേര് 2 പേരുടെ പേര് ഇങ്ങനെ പറഞ്ഞു ഇവരാണ് കൈകാര്യം ചെയ്യണമെന്ന്. പക്ഷേ ഈ ഒരു ആളെ എന്തുകൊണ്ട് മറ്റേ FIRൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് ഞാൻ ചോദിച്ചു. എനിക്ക് അവസാനം ഞാൻ ഷൗട്ട് ചെയ്യേണ്ട വന്നു. ആ അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് രാവിലെ 5:30ക്ക് കസ്റ്റഡിയിൽ എടുത്ത് ഞാൻ അറിയുന്നു. പിന്നെ DS നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മൾ പല മീറ്റിങ്ങുകളിലായിരിക്കും. അപ്പോൾ ഇവർ വിളിക്കുമ്പോൾ നമുക്കിത് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ശരി ചെയ്യുമെന്ന് പറയും നമ്മൾ. അങ്ങനെയാണ് ഇവർ അവർ ദുരുപയോഗം ചെയ്തു. സെക്രട്ടറിയുടെ അതെ എൻ്റെത്. എനിക്ക് 3, 4 ഇന്നിപ്പോൾ 4 മീറ്റിംഗാണ്. ഇതൊന്നും പങ്കെടുക്കാതെ നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കണത്. പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ജോസഫ്, M ശശികുമാർ, കുഞ്ഞു മുഹമ്മദ്, അലി തേക്കത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.